ആയിടയ്ക്കാണ് നമ്മുടെ ദിലീപേട്ടൻ ഇങ്ങനെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് നടനാവാം. അപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് കിട്ടിയത്. അസിസ്റ്റന്റ് ഡയറക്ടറായി ബാക്കി എല്ലാ മേഖലകളിലും ഇപ്പൊ ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആവാം, എഴുത്തുകാരുടെ അസിസ്റ്റന്റ് ആവാം, ബാക്കി എല്ലാവർക്കും അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് സിനിമയിൽ കാണാം. ഞാൻ നോക്കിയിട്ട് നടനാവാൻ വേണ്ടി മാത്രം ഇപ്പൊ മമ്മൂക്കയുടെ അസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് നടൻ ഷൈൻ ടോം ചാക്കോ, ഒരാൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ നീ അത് പറയാതിരിക്കേണ്ടിയിരുന്നു. നീ അത് സംസാരിക്കാൻ പാടില്ല. കാരണം എല്ലാവർക്കും അറിയാം ആ പെൺകുട്ടി സഹിച്ച സ്ട്രഗിള് എത്രത്തോളം ആ സ്ത്രീ സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാം. ദിലീപേട്ടൻ അതിൽ പ്രതിയാണോ അല്ലേ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാതിരിക്കട്ടെ, അദ്ദേഹത്തിന് ഇപ്പോഴും ഇഷ്ടമാണ്, അന്നും ഇഷ്ടമാണ്, എന്നും ഇഷ്ടമാണ് എന്ന് കരുതി നീ ഇത് മനഃപൂർവ്വം ആ വേദിയിൽ ആ പെൺകുട്ടി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് കുത്താൻ വേണ്ടിയിട്ടല്ലേ നീ മനഃപൂർവ്വം അതിനെക്കുറിച്ച് സംസാരിച്ച്. നീ പണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷനേ അല്ല. ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിലെ അത്യാവശ്യം ജനങ്ങളൊക്കെ അറിയാം. ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളിപ്പോൾ ആ വേദിയിൽ നിന്ന് കാണിച്ച് വെച്ച ഒരു കാര്യമുണ്ട്. അത് അവിടെ പറയേണ്ട സിറ്റുവേഷൻ അല്ല. നീ അത് അവിടെ പറയരുത്. നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരുപാട് അനുഭവിച്ചാണ് ആ പെണ്ണ് എന്തോരം അനുഭവിച്ചതാ. ആ പെണ്ണ് വെറുതെ അവിടെ വന്ന് ഇരിക്കണോ? സഹിച്ചതിൻ്റെ മാക്സിമം സഹിച്ച് അത് അങ്ങേ തലാണെന്നുള്ള കാര്യത്തിലേക്ക് എത്തി. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ആര്? ഈ പറയുന്ന പെണ്ണ്. ആ പെണ്ണ് അത്രയും അനുഭവിച്ച ആളെന്ന് നിലക്ക് നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം? ഞാൻ അത് അയാളല്ല പ്രതിയെന്ന്, ദിലീപ് അല്ല പ്രതിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ദിലീപ് അല്ല പ്രതി, നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഓക്കെ. എന്നാലും ദിലീപിനെ കുറിച്ച് അവിടെ എന്തിനാണ് പറയുന്നത്? അത് ആ സ്ത്രീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു പേഴ്സണൽ, അവരനുഭവിച്ച സ്ട്രഗിളിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ സിനിമയിലുള്ള എല്ലാ മൊണ്ണകൾക്കും അറിയണമല്ലേ. എന്നാ പിന്നെ ഈ മൊണ്ണകൾ എന്തിനാണ് ഈ സ്ത്രീയെ വെറുതെ ആക്രമിക്കുന്ന ഓലാണ് കേട്ടോ ആ മൊണ്ണകൾ വെച്ച്, അല്ലാതെ ബാക്കിയുള്ള എല്ലാവരെയും അല്ല. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. ഇനി ഉള്ളത് പറയാലോ, ഒരാൾക്കൊരു വിഷമം എന്ത് കാരണം കൊണ്ടാവട്ടെ വരുമെങ്കിൽ അത് പറയാതിരിക്കേ വേണമെന്നുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഷൈൻ ടോം ചാക്കോ ആ പറഞ്ഞ പ്രസ്താവന തീരെ നമുക്കും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ആ സ്ത്രീ ആ രാത്രി അനുഭവിച്ച സ്ട്രഗിള് നിന്റെ വീട്ടിലുള്ള ഒരാൾക്കാണ് അനുഭവിക്കണമെങ്കിൽ നീ ഇതുപോലെ ആ വർത്താനമായിട്ട് വരൂലേ.